വെൽക്കം ടു സൈലം ലേണിംഗ്. മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബേസിക് സയൻസിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ആസിഡ്സ് ആൻഡ് ബേസ്, അതായത് ആസിഡുകളും ബേസുകളും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം എക്സാം ഒക്കെ വരാനുള്ള ടൈം ആയിട്ടുണ്ട്. ടൈം ടേബിളിലൊക്കെ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം ടേബിളൊക്കെ വന്നാൽ പിന്നെ നമുക്ക് പഠിക്കാൻ അധികം മാത്രം സമയമൊന്നുമില്ല. നമുക്ക് വേഗം വേഗം പഠിച്ച് നമ്മുടെ ചാപ്റ്റേഴ്സും ഒക്കെ നമുക്ക് സെറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ആസിഡ്സ് ആൻഡ് ബേസ്, ഈ ഒരു യൂണിറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചോദ്യങ്ങൾ എന്ന് മിസ് ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ക്രോസ് ചെക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം കാണാനായിട്ട് പറ്റും. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്ന വസ്തുക്കളുടെ പൊതുവായ പേരെഴുതുക. ഇത്തരം വസ്തുക്കളുടെ പൊതുവായ ഒരു സ്വഭാവവും കൂടി എഴുതുക. റൈറ്റ് ദ കോമൺ നെയിം ഓഫ് ദി സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടു റെഡ്. റൈറ്റ് വൺ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സച്ച് സബ്സ്റ്റൻസസ്. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഹിന്റ് എന്ന് പറഞ്ഞ ഏതാണ്? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി മാറ്റുന്നത് ആരാണ്? നമുക്കറിയാം ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന സബ്സ്റ്റൻസിൽ ആസിഡ് കണ്ടന്റ് ഉണ്ടോ ബേസിക് കണ്ടന്റ് ഉണ്ടോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആസിഡ് ആണെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകത? നമ്മൾ ഏത് ലിറ്റ്മസ് പേപ്പർ മുക്കിയാലും ആ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് റെഡ് കളറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് കാണാൻ പറ്റും. ഇനി ബേസ് ആണെങ്കിൽ എന്താ പ്രത്യേകത? നമ്മൾ ഏത് ലിറ്റ്മസ് പേപ്പർ മുക്കിയാലും അത് ബ്ലൂ കളറായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യം നോക്കുവാണെങ്കിൽ നമുക്കറിയാം ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി മാറ്റുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ്? ആസിഡ് ആണല്ലേ. ആൻസർ എന്ന് പറയുന്നത് ആസിഡ് ആണ്. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടിരിക്കുന്ന ആ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആസിഡ് ആണ്. ഇനി അതിന്റെ കൂടെ തന്നെ അതിന്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം എഴുതിയാൽ മതി, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അല്ലെ. അപ്പൊ ആസിഡുകളും ബേസുകളും എന്തെല്ലാം പ്രത്യേകതകളാണ്? ആസിഡുകൾക്ക് പുളിരുചിയാണുള്ളത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. രണ്ട് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ, അത് നിങ്ങൾ നിർബന്ധമായും ഓർത്തിരിക്കുക കേട്ടോ. സോർ ടേസ്റ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ഇനി ബേസുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കാരരുചിയാണ്, ആൽക്കലൈൻ ടേസ്റ്റ് ആണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. ടേൺ നമ്മുടെ റെഡ് ലിറ്റ്മസ് പേപ്പർ ടു ബ്ലൂ ആൻഡ് വഴുവഴുപ്പുണ്ട്, ഒരു സ്ലിപ്പറി ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായി ചെയ്തു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് വൺ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റത്തേത്, തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. കർഡ് കണ്ടെയ്ൻ എ ബാക്ടീരിയ കോൾഡ് ലാക്ടോബാസിലസ്. ദാറ്റ് ഈസ് ട്രൂ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ്. അത് ശരിയാണോ? നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ മക്കളെ? സിട്രിക് ആസിഡ് അല്ലേ. ഇതെന്താണ്? തെറ്റാണ്. ആസിഡുകൾക്ക് പുളിരുചിയാണ് ഉള്ളത്. ആസിഡ് ഹാവ് എ സോർ ടേസ്റ്റ്. അത് ശരിയാണോ? യെസ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് സിട്രിക് ആസിഡ്. ആണോ? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണോ? അല്ല, മാലിക് ആസിഡ് ആണ്. ഇത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ബോക്സ്, ഈ ഒരു ടേബിൾ നിർബന്ധമായും അറിഞ്ഞു വെക്കണം. അതായത് ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, അതിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള ആസിഡിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. മോര്, തൈര് എന്നൊക്കെ പറയുമ്പോൾ ലാക്റ്റിക് ആസിഡ് ആണ്. വിനാഗിരി എന്ന് പറയുന്നത് അസിറ്റിക് ആസിഡ് ആണ്. നാരങ്ങ സിട്രിക് ആസിഡ് ആണ്. പുളി എന്ന് പറഞ്ഞാൽ ടാർട്ടാറിക് ആസിഡ് ഉണ്ട്. ആപ്പിളിൽ മാലിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ നെല്ലിക്കയിലും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോയിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ തൈരിന്റെ പ്രത്യേകത, ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു മോരിലും തൈരിലും ലാക്റ്റിക് ആസിഡ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കുക, നമുക്കറിയാം ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ കാര്യം കൂടി നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. ആ ബാക്ടീരിയയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് എളുപ്പത്തിൽ നമുക്ക് പാലിനെ തൈരാക്കി മാറ്റാൻ പറ്റുന്നത്, തൈരിന് പുളിരുചിയുള്ളത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചോദ്യവും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇനി അപ്കമിങ് ക്ലാസ്സുകളിൽ, അപ്കമിങ് വീഡിയോസിലൊക്കെ കാണാം. അപ്പൊ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ സ്വന്തം അവഞ്ചേഴ്സ് ബാച്ചിന്റെ കാര്യം
കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ബാച്ചിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഈ ഒരു അക്കാഡമിക്സ് നമുക്ക് അടിപൊളിയാക്കണം. നമുക്ക് USS എക്സാം, നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് UP എക്സാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് സെറ്റാക്കണം, പവർ ആക്കണം. അപ്പോൾ എല്ലാ മക്കളെയും നമ്മുടെ അവഞ്ചസ് ബാച്ചിലേക്ക് ഞങ്ങളിതാ ഇൻവൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.